Hi friends, welcome to Commerce Bytes. I hope you people are all doing well. So, നമ്മൾ കുറച്ച് ലേറ്റായി പോയി ആൻസർ കീ അപ്ലോഡ് ചെയ്യാനായിട്ട് വൺസ് ഒഫീഷ്യൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ കുറച്ച് ടൈം എടുത്തത്. സോറി ഫോർ ദാറ്റ് ആൻഡ് ഡോണ്ട് വറി, നമ്മൾക്ക് പാസ്സായ സ്റ്റുഡൻസിന് എൻ്റെ എല്ലാവിധ കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ മൈ ഡിയർ സ്റ്റുഡൻസ്. തോറ്റുപോയി എന്ന് വിഷമിക്കേണ്ട ഒരാവശ്യമില്ല. പാസ്സായവർക്ക് എല്ലാവർക്കും ഹാപ്പി, ദാറ്റ്സ് ഗുഡ്. നിങ്ങൾക്ക് ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. ഇനി മിസ് ഔട്ട് ചെയ്ത് പോയവർ 2 മാർക്സ് 1 മാർക്ക് അങ്ങനെ ഒരു മാർക്കിന് അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജിനൊക്കെ പോയവരോട് എനിക്ക് പറയാനുള്ളത്, ദൈവം നിങ്ങൾക്ക് ഒരു ചാൻസ് തന്നു എന്ന് മാത്രം വിചാരിക്കുക. ട്രൈ ഹാർഡ്, നെക്സ്റ്റ് ടൈം യു പീപ്പിൾ വിൽ ഡെഫിനറ്റ്ലി ഗോണ ക്രാക്ക് ദിസ് എക്സാം. ഓക്കെ, നമുക്ക് ഈ വീക്കിൽ തന്നെ നമ്മൾ ക്ലിയർ കട്ട് സ്ട്രാറ്റജി എങ്ങനെ ഇനി കമ്മിങ് എക്സാം നല്ല രീതിയിൽ നല്ല എഫിഷ്യൻ്റായിട്ട് എഫക്റ്റീവായിട്ട് എങ്ങനെ അറ്റൻഡ് ചെയ്യണം, എങ്ങനെ സ്റ്റഡി പ്ലാൻ ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഫോർ യു പീപ്പിൾ. നല്ല രീതിയിൽ തന്നെ ബേസ് ഇട്ട് തന്നെ പോവാം. അപ്പോൾ ഇനി നമ്മൾക്ക് അങ്ങനെ തോറ്റുപോയി എന്നുള്ള ഒരു വിഷമം നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവില്ല. ട്രസ്റ്റ് മീ ഗൈസ്, വി ക്യാൻ ഡെഫിനറ്റ്ലി ഗോണ ക്രാക്ക് ദിസ് എക്സാം. ഓക്കെ, ഇപ്പം നമ്മളുടെ ഫേവറേറ്റ് പോർഷനായ, എസ്പെഷ്യലി എൻ്റെ ഫേവറേറ്റ് പോർഷനായി ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് പഠിപ്പിച്ചു തന്ന എല്ലാ പോയിൻറ്റ്സും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. നൗ വിൽ ബി ഡിസ്കസിങ് question number 61 to 120 questions in this particular video. Okay, so now let's begin our video. So here the question is question number 61. The main objective of RMSA is enhancing access to. എൻ്റെ വീഡിയോസ് ഡെയിലി റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന് എല്ലാവർക്കും ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ കറക്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം ഞാൻ എൻ്റെ ഹയർ എഡ്യൂക്കേഷൻ സീരീസിൽ മെൻഷൻ ചെയ്ത ഒരു പോയിൻ്റാണത്. ആൻഡ് ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 62. 3-store memory model was proposed by. ഇതൊരു പുതിയ ടേമാണ്. ഇനിയുള്ള കമ്മിങ് ഡിസ്കഷനിൽ ഞാൻ എന്തായാലും ഈ ഒരു സെക്ഷൻ ആഡ് ഓൺ ചെയ്യുന്നതാണ്. ആൻഡ് ഹിയർ ദ ആൻസർ വിൽ ബി അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രൻ. Question number 63. Micro teaching was designed by. Here it is. ഞാൻ എൻ്റെ 100% ഷുവർ ടോപ്പിക്കിൽ ഞാൻ ഡിസ്കസ് ചെയ്ത ഒരു പോർഷനാണിത്, മൈക്രോ ടീച്ചിങ്. ആൻഡ് വൺ ഓഫ് അവർ സ്റ്റുഡൻറ്റ് ചോദിച്ചിരുന്നു, അപ്പോൾ ഞാനൊരു കുട്ടി എക്സ്പ്ലനേഷനും അതിൻ്റെ ഒപ്പം പ്രൊവൈഡ് ചെയ്തിരുന്നു. Here the answer will be Allen. Option C will be the particular answer. Question number 64. Philosophy that education should be according to the nature of child is. Here the answer will be option B, that is naturalism. ചൈൽഡിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഫിലോസഫിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ചൈൽഡ് നാച്ചുറലായിട്ട് ഗ്രോ ചെയ്ത് നാച്ചുറലായിട്ട് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നതാണ്. ഓക്കെ, സോ ചൈൽഡ് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ഫിലോസഫി എന്ന് പറയുന്നത് നാച്ചുറലിസം തന്നെയാണ്. Question number 65. The word meaning of the term Buddha. Here the answer will be option D, that is enlightened. ഇവിടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ ഓപ്ഷൻസ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിലേക്ക്, ആ ഒരു പെർട്ടിക്കുലർ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുമായിരുന്നു. കാരണം സ്കേഡ് അല്ല എന്ന് നമുക്കറിയാം, ഡിവൈനുമല്ല. ഡിവൈൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു ദൈവഭക്തി അങ്ങനെ ആ ഒരു രീതിയിലേക്ക് പോകും. പിന്നെ ഇൻ്റലിജൻറ്റ്, യെസ് ഹി ഈസ് ഇൻ്റലിജൻറ്റ്. പക്ഷേ അതിനേക്കാളൊക്കെ കുറച്ചും കൂടെ ഒരു ബെറ്റർ ഓപ്ഷനായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് ഓപ്ഷൻ ഡി തന്നെയാണ്, ദാറ്റ് ഈസ് എൻലൈറ്റഡ്. ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആൻസർ കറക്റ്റ് ചെയ്തവർക്ക് എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻ. Question number 66. Critical pedagogy was developed as an educational approach by. Here comes. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യ്, അത് അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 66ൻ്റെ ആൻസർ ഓപ്ഷൻ എ, ദാറ്റ് ഇസ് പൗലോ ഫെറി. ഇത് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. Question number 67. Representation of one and another author's knowledge, language, thoughts, ideas or experience in other on original work. And here the answer will be option C, that is plagiarism. അത് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിനും അറിയണ്ടാവും. റിസർച്ച് പേപ്പറൊക്കെ സബ്മിറ്റ് ചെയ്തവർക്ക് അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 68. An independent philosophy with its own metaphysics, epistemology, logic, ethics and salvation is.
Here the answer will be option A, that is വൈശേഷിക. ഇതിൻ്റെ ഒരു പോർഷൻ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ്. Moving to question number 69, whose words are these? Reality is created by mind, so we can change our reality by changing our minds. And here the answer will be option C, that is Plato, and it is again from previous year question papers. ഞാൻ കീവേഡ് പറഞ്ഞിരുന്നു, റിയാലിറ്റി ബേസ് ചെയ്ത് ഒരു പോയിന്റ് വന്നിട്ടുണ്ട്, അത് ആര് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ പ്ലേറ്റോ ആണ് എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോയിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു. ഓക്കെ, സോ നൗ ലെറ്റ്സ് ചെക്ക് ഔട്ട് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 70. ദ പ്രോസസ് through which human engages in a process to realign the culture of its vision, mission and core values to achieve its strategic objective is. Here the answer will be option D, that is cultural transformation. ഇവിടെ വിഷനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, മിഷനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എല്ലാം ഒന്ന് റീ അലൈൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ട്രാൻസ്ഫോർമേഷൻ, കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് എന്നുള്ളത്. പിന്നെയും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരുന്നത് കൾച്ചറൽ ട്രാൻസ്മിഷൻ ആണോ കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ ആണോ എന്നേ വരുള്ളൂ. കാരണം കൾച്ചറൽ ലാഗ് എന്താണെന്നറിയാം, പിന്നെ കൾച്ചറൽ പ്രിസർവേഷൻ എന്ന് പറയുമ്പോൾ അതൊരു റിസർവേഷൻ എന്നുള്ള രീതിയാണ്. അപ്പോൾ ഓപ്ഷൻ സി അല്ലെങ്കിൽ ഡി എന്നുള്ളത് സ്റ്റുഡൻസിന് ഉറപ്പായിരിക്കും. പിന്നെയും കുറച്ചും കൂടെ ഒന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുമ്പോൾ, ഒന്ന് മനസ്സിരുത്തി വായിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഓപ്ഷൻ ഡി തന്നെയായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റും, അല്ലേ? So now let's check out the next question number 71. A systematic and professional psychological assistance service provided by the experts to solve his emotions, social, ethical, moral and health problem is. ഇത് എല്ലാം ഒരു പേഴ്സണൽ ഡിപ്പെൻഡ് ചെയ്ത് ഉള്ള ഒരു സെൻറ്റൻസ് ആണ്. നമുക്കത് വായിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് പേഴ്സണൽ ഗൈഡൻസ്, വിൽ ബി ദ പെർട്ടിക്കുലർ ആൻസർ. കാരണം എല്ലാം അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇമോഷൻസ്, സോഷ്യൽ, എത്തിക്കൽ, മോറൽ, ഹെൽത്ത് പ്രോബ്ലംസ്, അതെല്ലാം ഒരു പേഴ്സണെ ബേസ് ചെയ്തിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി വിൽ ബി ദ കറക്റ്റ് ആൻസർ. Question number 72. The act of doing something without any obvious external rewards and because of inherent interest. And here the answer will be option D, that is intrinsic motivation. നമ്മുടെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞിട്ട് നമുക്ക് ഒന്ന് ചെയ്യാൻ തോന്നുന്നതാണ് ഇൻട്രൻസിക് മോട്ടിവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, so now moving to question number 73, and this topic we have already discussed and I'm so happy that നമ്മൾ ഡിസ്കസ് ചെയ്ത കുറേ അധികം പോയിൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എവിടുന്ന, എൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. സോ ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഐ ഫീൽ സോ സാറ്റിസ്ഫൈഡ്. ഓക്കെ, ഹിയർ സ്റ്റേറ്റ് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതാരാണ് പ്രൊപ്പൗണ്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദ ആൻസർ വിൽ ബി ഓപ്ഷൻ എ, ദറ്റ് ഇസ് JP Guilford. Question number 74. Take a step back from the problem and allow the mind to wander, to let it contemplate and work out the problem through it is known as. Here the answer will be ഓപ്ഷൻ സി, ദാറ്റ് ഇസ് ഇൻക്യുബേഷൻ. അതായത് നമ്മളൊന്ന് ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നമ്മളുടെ മൈൻഡിനെ ഫ്രീ ആക്കി നമ്മൾ വിടുന്ന ആ ഒരു സ്റ്റേജ് ഓഫ് മൈൻഡിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഇൻക്യുബേഷൻ. ഓക്കെ, സോ നൗ മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 75. ഈ ഒരു ക്വസ്റ്റ്യൻ ലിറ്റിൽ ബിറ്റ് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു ഏരിയ ആയിരിക്കും. കാരണം എല്ലാവരുടെയും പേര് നിങ്ങൾക്ക് വളരെയധികം കോമൺ ആണ്. വൈഗോട്സ്കി ഉണ്ട്, പൈഗറ്റ് ഉണ്ട്, ബെർണർ ഉണ്ട് ആൻഡ് സ്കിന്നർ ഉണ്ട്. എല്ലാവരും നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ടീമാണ്. പക്ഷേ ഇതിൽ ആരാണ് സോഷ്യൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ആൻഡ് ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് BF Skinner. BF Skinner ആണ് ഒരു സോഷ്യൽ സൈക്കോളജിസ്റ്റ്. Okay, question number 76. NEP 2020 was submitted under the chairmanship of. ഇതും ഞാൻ NEP 2020 ആ ഒരു വീഡിയോയിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തു പോയിട്ടുണ്ട്. ആൻഡ് ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ എ, ദറ്റ് ഇസ് കസ്തൂരി രംഗൻ, ഡോക്ടർ K കസ്തൂരി രംഗൻ. ഞാൻ നിങ്ങളോട് എൻ്റെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 വീഡിയോ മസ്റ്റായിട്ട് കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ?
ആ ഒരു വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് കണ്ട് അതിൻ്റെ എല്ലാ പോയിൻറ്റ്സും നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്തു വരുന്നെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്സ് അങ്ങനെ തന്നെ ഉറപ്പിക്കായിരുന്നു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 77. Which among the following article is not based on children? Here the answer will be option B, that is article 39 is not based on children. Moving to question number 78. The function of National University of Educational Planning and Administration. And here the answer will be option A, that is planning, managing and capacity building in education through research, training, consultancy and dissemination. NUPEPA അവിടെ എഡ്യൂക്കേഷൻ ഉണ്ട്, പ്ലാനിങ് ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ അതുപോലെയുള്ള കീവേഡ്സ് ആണ് ആൻസറിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എയിൽ നമ്മൾക്ക് പ്ലാനിങ് ഉണ്ട്, മാനേജിങ് ഉണ്ട്, കപ്പാസിറ്റി ബിൽഡിംഗ് ഉണ്ട്. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ദിസ് പോയിന്റ്, റൈറ്റ്? Question number 79. The language policy 3-language formula was first formulated in the year. Here the answer will be option B, that is 1968. നമ്മൾക്ക് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1968 ഉണ്ട്, 1986 ഉണ്ട്, പിന്നെ വന്നിരിക്കുന്നതാണ് 2020. സോ ഈ ഒരു ദ ലാംഗ്വേജ് പോളിസി 3-language ഫോർമുല അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഞാൻ ഓൾറെഡി നിങ്ങൾക്കൊരു ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. മിസ് ഔട്ട് ചെയ്തവർ അത് ഹയർ എഡ്യൂക്കേഷൻ സീരീസിലൊന്ന് നോക്കിയാൽ മതിയാവും. അത് 1968 ആണ്. ഓക്കെ, മിറംബിക ക്വസ്റ്റ്യൻ നമ്പർ 80 ആണ്. മിറംബിക a school based on ideas of free progress education was advocated by, here the answer will be option D, that is Aurobindo. Okay, question number 81. The education and training provides to students before they have undertaken the profession teaching as. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് സെറ്റ് പാസ്സായി അത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു പ്രീ സർവീസ് ട്രെയിനിങ് ഉണ്ടാവും, അല്ലെങ്കിൽ BEd ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ട്രെയിനിങ് ഉണ്ടാവില്ലേ? സെയിം അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 81ൻ്റെ പെർട്ടിക്കുലർ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് പ്രീ സർവീസ് ട്രെയിനിങ് ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 82. Which among the following given the aspect is not component of teaching skill? ഈ മെൻഷൻ ചെയ്തിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതാണ് ടീച്ചിങ് സ്കില്ലിൽ ഉൾപ്പെടുത്താത്തത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കമ്പോണൻറ്റ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഹിയർ the answer will be option D, that is skill in dictating notes. വെറുതെ ചുമ്മാ നോട്ട്സ് വായിച്ച് തരുന്നതിൽ അവിടെ ഒരു ടീച്ചിങ് സ്കില്ലിൻ്റെ ഒരു കമ്പോണൻ്റ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് സ്കിൽ ഇൻ ഡിക്റ്റേറ്റിംഗ് നോട്ട്സ് ആണ് വിച്ച് ഇസ് നോട്ട് ദ കമ്പോണൻറ്റ് ഓഫ് ടീച്ചിങ് സ്കിൽ എന്ന് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. നൗ മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 83. ഇൻസ്ട്രക്ഷൻ വിച്ച് ഇൻക്ലൂഡ്സ് direct teaching, independent practice and collaborative learning to increase students' engagement and thinking skill is known as, here the answer will be option A, that is facilitated instruction. Moving to question number 84. ഇത് ഞാൻ എൻ്റെ 100% ഷോർട്ട് സീരീസിൽ മെൻഷൻ ചെയ്തിരുന്നു നമ്മുടെ ലാസ്റ്റ് കട്ട് റിവിഷനിൽ. So now let's check out the particular question. A tool used to introduce a lesson topic which illustrate the relationship between what the students already know and about the new information in a way that helps them in understanding, retaining and remembering. It is known as option B, that is advanced organizer. So now let's check out question number 85. ഇതും ഞാൻ എൻ്റെ ഡെയിലി ടോപ്പ് മിനി സീരീസിലാണെന്ന് തോന്നുന്നു. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസിൻ്റെ ആ ഒരു ഓർഡർ സ്റ്റാർട്ടിങ് ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹൈറാർക്കിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ സി, ദാറ്റ് ഇസ് ആദ്യം ഡയറക്റ്റ് എക്സ്പീരിയൻസ്, പിന്നെ ഫീൽഡ് ട്രിപ്സ്, പിന്നെ മോഷൻ പിക്ചേഴ്സ്, പിന്നെ വേർബൽ സിമ്പിൾസ്. ഓക്കെ, moving to question number 86. And identifiable resources present on or connected to www World Wide Web. Here the answer will be option C, that is hypertext document. Moving to question number 87. ഇതും ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്.
പൈഗറ്റിൻ്റെ തിയറിയിൽ വരുന്ന ഒരു പോയിൻ്റാണ് ഒബ്ജക്റ്റ് പെർമനൻസ്. എ ചൈൽഡ്സ് എബിലിറ്റി ടു നോ ദാറ്റ് ഒബ്ജക്ട്സ് continue to exist even though they are no longer or seen or heard. Here the answer will be option D, that is object permanence. ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നോക്കി വായിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വേണമെങ്കിൽ ഓപ്ഷൻ ഡിയിലേക്ക് ചൂസ് ചെയ്യാം. കാരണം ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഇൻ ബിറ്റ്വീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒബ്ജക്ട്സ് കണ്ടിന്യൂ ടു എക്സിസ്റ്റ് എന്നുള്ളത്. സോ അതുമാത്രം മതി ഈ ഒരു പെർട്ടിക്കുലർ ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട്. റൈറ്റ്. Moving to question number 88. When a modifiable connection is established between a stimulus and appropriate response, when it is followed by the set of satisfying responses, that bond get strengthened. Identify the law. Here the answer will be option C, that is law of effect. Moving to question number 89. The highest learning stage in Gagne's learning hierarchy, and here the answer will be option B, that is problem solving. ഞാൻ ഈ ഒരു ടോപ്പിക്കും ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു. ഗാഗ്നീൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ എൻ്റെ 100% ഷോർട്ട് സീരീസിൽ മെൻഷൻ ചെയ്തു പോയിരുന്നു. And the next question also I have already mentioned. Question number 90 പറഞ്ഞത് disability resulting in learning or comprehensive maths റിലേറ്റ് ചെയ്ത് വരുന്ന നമുക്ക് വരുന്ന ഡിഫിക്കൽട്ടി, അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ദാറ്റ് ഇസ് ഡിസ്കാൽക്കുലിയ. Question number 91. The theory of leadership in which the leader works with the group beyond their immediate self-interest to identify the needed change and created a vision to guide the change is. Here the answer will be option B, that is transformational leadership. Question number 92. Who is an underachiever? Underachiever എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ഡെഫിനേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. The answer will be option B, that is learners who fail to attain a predicted level of achievement. എല്ലാ സ്റ്റുഡൻസിനും ഒരു അച്ചീവ്മെൻറ്റ് ലെവൽ പ്രിഡിക്റ്റ് ചെയ്തിട്ടുണ്ടാവും. സോ അത് അച്ചീവ് ചെയ്യാൻ ഫെയിൽ ചെയ്ത സ്റ്റുഡൻസ് ആയിരിക്കും ഒരു അണ്ടർ അച്ചീവർ. ആൻഡ് ഈ ഒരു ടോപ്പിക്ക് അവർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. ഓക്കെ, നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൾസോ വി ഹാവ് ഓൾറെഡി മെൻഷൻ ഇൻ അവർ 120 ഷോർട്ട് ക്വസ്റ്റ്യൻസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 93 ഇങ്ങനെയാണ്: സിസ്റ്റമാറ്റിക്കലി കെപ്റ്റ് നോട്ട്സ് ഓഫ് സ്പെസിഫിക് ഒബ്സർവേഷൻ of individual learner behavior, skills and attitudes in and out of the classroom. Here the answer will be option D, that is anecdotal record. Question number 94. Which of the following is the weakest form of measurement? And here the answer will be option A, that is nominal scale. Question number 95. ഇതും ഞാൻ എൻ്റെ 120 ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൻ്റെ ആ ഒരു സീരീസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു റിസർച്ചിൻ്റെ ഒരു ഓർഡർ ഉണ്ടാവും. ആ ഒരു ഓർഡറിൽ നിങ്ങൾക്ക് അതിലേക്ക് എത്താനായിട്ട് ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം. നിങ്ങൾ ആദ്യം അതിൻ്റെ ലാസ്റ്റ് പോയിൻ്റ് ആയിട്ടുള്ള അനാലിസിസിനോ അല്ലെങ്കിൽ ഇൻ്റർപ്രിറ്റേഷനോ അങ്ങനെയുള്ള വേർഡ്സ് വേണം നിങ്ങൾ നോക്കാനെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര പേര് അത് കറക്റ്റ് ആക്കി എന്ന് എനിക്കറിയില്ല. ലെറ്റ് സി വാട്ട് വിൽ ബി ദ ആൻസർ. ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ സി, ദാറ്റ് ഇസ് 3214. ഫസ്റ്റ് ഡേറ്റ അനാലിസിസ്, ദെൻ ഇൻഫറൻസസ്, ദെൻ സാമ്പിളിംഗ് ആൻഡ് ലാസ്റ്റ് ഡേറ്റ കളക്ഷൻ. ഇതാണ് അതിൻ്റെ റൈറ്റ് ഓർഡർ. ഓക്കെ. Question number 96. What is a portfolio in learning process? ഇത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. Here the answer will be option D, that is it is a compilation of academic work and other forms of educational evidence assembled for the purpose of evaluating the course work. Question number 97. ഈ ഒരു ക്വസ്റ്റ്യനും ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു. ഇത് വരും എന്ന് ഞാൻ പക്ക പറഞ്ഞിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. The test that's scored in a consistent manner which makes it possible to compare the performance of the learner. Here the answer will be option A, that is standardized. Compare എന്നുള്ളൊരു കീവേഡ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ സ്റ്റാൻഡർഡൈസ് എന്നുള്ള ആൻസറും നിങ്ങൾക്ക് അപ്പോൾ കിട്ടിയേനെ. ഓക്കെ. Question number 98. A system for describing and analyzing a teacher-learner verbal interaction.
വേർബൽ ഇൻട്രാക്ഷൻ എന്നവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, കീവേഡ് എപ്പോഴും ടു ദ എൻഡ് എന്നുള്ള ഒരു പോർഷനിൽ വേണം നിങ്ങൾ ചെക്ക് ചെയ്യാൻ എന്നുള്ളത്. ആൻഡ് ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ സി, ദാറ്റ് ഇസ് ഇൻട്രാക്ഷൻ അനാലിസിസ്. ക്വസ്റ്റ്യൻ നമ്പർ 99, ഇതും ഞാൻ എൻ്റെ ക്ലാസ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദ റൈറ്റ് ഓർഡർ ഓഫ് കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ. ഇത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഓപ്ഷൻ ഡി വിൽ ബി ദ കറക്റ്റ് ആൻസർ. ആദ്യം സെൻഡർ മെസ്സേജ് അയക്കും, മെസ്സേജ് ട്രാൻസ്മിഷൻ നടത്തും, ആ ട്രാൻസ്മിറ്റ് ചെയ്തത് റിസീവർ റിസീവ് ചെയ്യും, ദെൻ നമുക്ക് കിട്ടുന്നത് ഫീഡ്ബാക്ക്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 100, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ. അതിൽ നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അത്യാവശ്യം കുറച്ചെങ്കിലും ഒരു ബുദ്ധി അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഒരു കമ്പ്യൂട്ടർ നോളജ് ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ഈ ഗൂഗിൾ ക്രോം എന്നൊക്കെ പറയുന്നത് ഒരു സെർച്ച് എഞ്ചിനാണ്. ബാക്കി വരുന്ന കാസ്പർസ്കൈ, നോർട്ടൺ, അവാസ്റ്റ് അതെല്ലാം നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 101, ദ ഫസ്റ്റ് ഡിസ്ട്രിക്റ്റ് വൈഡ് ലിറ്ററസി പ്രൊജക്റ്റ് ഇൻ ഇന്ത്യ. ഈ ഒരു ക്വസ്റ്റ്യനും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ആൻസർ വരുന്നത് അക്ഷയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 102, വിച്ച് വൺ ഇസ് എ സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം. ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് എക്സൽ. സ്പ്രെഡ്ഷീറ്റ് വരുന്നത് MS എക്സലാണ്. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 103, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 came into force on the date. ഇത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് തന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓപ്ഷൻ എ 17th October 2000 will be the particular answer. Moving to question number 104, the process of naturalistic inquiry that seeks an in-depth understanding of social phenomenon with their natural setting. Here the answer will be option C, that is qualitative റിസർച്ച്. ഈ ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് മനസ്സിലാക്കാനായിട്ട് സോഷ്യൽ ഫിനോമിന എന്നതൊരു ഉള്ളത് ഒരു കീവേഡാണ്. പിന്നെ ഇൻ ദെയർ നാച്ചുറൽ സെറ്റിംഗ് അതൊരു കീവേഡാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ടൈപ്സ് ഓഫ് റിസർച്ചിൻ്റെ കുറച്ചധികം കീവേഡ്സ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, so no worry, no tension. Question number 105, an intensive study about a person, a group of people or a unit which is aimed to generalize over several units. ഒരു ആളെ പറ്റി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ പറ്റി നമ്മൾ പഠിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് സ്റ്റഡിയാണ് കേസ് സ്റ്റഡി. ഓപ്ഷൻ ഡി, കേസ് സ്റ്റഡി വിൽ ബി ദ ആൻസർ. Now moving to question number 106, group of students act as a representative of their schoolmates in discussing school issues with headmaster and staff members, and here the answer will be option B, that student council. Okay, so I think you people are getting the correct answers. Moving to question number 107, a state-level coordinating agency for monitoring higher education activities will be, the answer is option C, that is Higher Education Council. Moving to the next question number 108, a individualized and self-paced teaching strategy for classroom learning that is based on principle of small steps and immediate feedback, and this is known as option B, that is programmed instruction. Moving to question number 109, who among the following is a humanist psychologist, and here the answer will be option A, that is Carl Rogers. Question number 110, psychosocial development theory. ഇത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് സ്റ്റഡി ചെയ്തിട്ടുള്ളതാണ്. സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറി വരുന്നത് ആരാ പ്രൊപ്പോണ്ട് ചെയ്തത് അല്ലെങ്കിൽ ഹൂസ് കോൺട്രിബ്യൂഷൻ ഇറ്റ് ഇസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എറിക്സൻ്റെ ആണ്. ലെവ് വൈഗോട്സ്കി ആണെങ്കിൽ സോഷ്യോ കൾച്ചറൽ ഡെവലപ്മെൻ്റ് ആയനെ. റോബർട്ട് ഗാഗ്നിയുടെ ഒരു ഹൈരാർക്കിയാണ്. അബ്രഹാം മാസ്ലോവിൻ്റെ തിയറി ഓഫ് മോട്ടിവേഷൻ ആണ്. എറിക്സൻ്റെ ആണ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് 111th ക്വസ്റ്റ്യൻ. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കമ്മിങ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഈ കീ ബിഹേവിയർ ഇൻ ആൻ എഫക്റ്റീവ് ടീച്ചിങ് എന്നുള്ളത്. അത് ഞാൻ ഇനി കമ്മിങ് വീഡിയോസിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നതാണ് ഇൻ ഡെപ്തായിട്ട്. അത് ഇതിൻ്റെ ആൻസർ വന്നിട്ട് ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ സി, that is instructional variety.
Now question number 112. Arrange the following activities of interaction in logical order. Here the answer will be option A, that is 1, 2, 3, 4. ആദ്യം analysis of the work done, പിന്നെ preparation, planning and preparation, then presentation of material, at last modification and improvement. ഞാൻ പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് വരുന്നത് എപ്പോഴും ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ അങ്ങനെയുള്ള ടേം ആയിരിക്കും. ഇനി മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 113. ഇതും ഞാൻ എൻ്റെ ഓൾറെഡി വീഡിയോയിൽ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ദ ലെവൽ ഓഫ് ടീച്ചിങ് ലേണിംഗ്. നമ്മളുടെ ടീച്ചിങ് ലേണിങ്ങിൽ വരുന്ന 3 ലെവലാണ്: മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ ആൻഡ് ഡിഫറൻസിയേഷൻ ലെവൽ. differentiation level will not be in this level of teaching learning levels. ടീച്ചിങ് ലേണിംഗ് ലെവൽസിൽ വരുന്ന 3 എണ്ണമാണ് മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിഫ്ലക്റ്റീവ്. ഓക്കെ, അതിൻ്റെ കൂടെ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ലേണിംഗ് ഓട്ടോണമസ് ലെവൽ ആണ്. അത് സ്റ്റുഡൻസ് ഓട്ടോണമസ് ആയിട്ട് ഒറ്റയ്ക്ക് പഠിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ലെവലാണ്. ബാക്കി 3 മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ആൻഡ് നമ്മളിപ്പോൾ മെൻഷൻ ചെയ്ത റിഫ്ലക്റ്റീവ് ലെവലിലൊക്കെ ടീച്ചർ ആസ് എ പാർട്ട് അല്ലെങ്കിൽ ആസ് എ പാസീവ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് മെമ്പറായിട്ടോ ഉണ്ട്. പക്ഷേ ഈ ഒരു ഓട്ടോണമസ് ലെവലിൽ സ്റ്റുഡൻസ് മാത്രമായിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 14. ദ പേർപ്പസ് ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ മെയിനായിട്ടുള്ളൊരു ഫോക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സലൈസേഷൻ ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് അവരുടെ മെയിനായിട്ടുള്ള ഫോക്കസ്. ക്വസ്റ്റ്യൻ നമ്പർ 115. ഹൂ എംഫസൈസ്ഡ് ദ എഡ്യൂക്കേഷൻ ഷുഡ് ബി ദ സോഷ്യൽ പ്രോസസ്. ഇതിലാരാണ് സോഷ്യൽ പ്രോസസ്സായിട്ട് എഡ്യൂക്കേഷൻ കമ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ എംഫസൈസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് റോസിയോ. Question number 116. Which among the following is the most important for formulating curriculum? ഒരു കരിക്കുലം സെറ്റപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് ചിൽഡ്രൻസ് എബിലിറ്റീസ് ആൻഡ് ദ കേപ്പബിലിറ്റീസ് ആൻഡ് നീഡ്സ്. കുട്ടികളുടെ കേപ്പബിലിറ്റി എന്തോരമുണ്ട്, അതിൻ്റെ നീഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം ചെയ്യാൻ. The main objective of student evaluation of teachers are, here the answer will be option C, that is 1, 2, 3. To gather information about the students' weakness, to make the teachers take teaching seriously, to help teachers adopt innovative method of teaching. Moving to question number 118. Effectiveness of teaching has to be judged in the terms of, here the answer will be option C, that is learning outcome of students. Question number 119. Teaching professional norms are developed by, here the answer will be option C, that is NCTE. ടീച്ചർ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്, അതുകൊണ്ട് തന്നെ നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചിങ് എഡ്യൂക്കേഷൻ. ആൻഡ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ 120. Question number 120. The term progressive education കണക്ട് ചെയ്യുന്നത് പ്രാഗ്മാറ്റിസം വെച്ചിട്ടാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ പേപ്പർ 1 നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ള ഡീറ്റെയിൽ ഡിസ്കഷൻ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഡേ ടു ഡേ എന്നുള്ള ബേസിസിൽ നമ്മൾ കൂടുതലായിട്ട് പേപ്പർ 1-നുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കൊമേഴ്സിന് ബേസ് ചെയ്തുള്ള വീഡിയോസ് നമ്മൾ ചാപ്റ്റർ വൈസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ഡീറ്റെയിൽ ഡിസ്കഷൻ, അങ്ങനെ എല്ലാ വിധത്തിലുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അയ്യോ ഇതിന് എനിക്ക് പാസ്സാവാൻ പറ്റുമോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. നെക്സ്റ്റ് ടൈം നിങ്ങൾ എക്സാം എഴുതിക്കോളൂ, നിങ്ങളെല്ലാവരും പാസ്സായിരിക്കും. ആകെ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ പറയുന്ന പോലെ അങ്ങനെ തന്നെ നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എക്സാം പാസ്സാവാൻ പറ്റും. കാരണം എന്നെ ഒരു കുറച്ചധികം സ്റ്റുഡൻസ് തന്നെ എനിക്ക് മെസ്സേജ് അയച്ചു പറഞ്ഞു, മാഡം ഞങ്ങൾ ക്രാക്ക് ഔട്ട് ചെയ്തു, പാസ്സായി, മാഡത്തിൻ്റെ ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്തിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം മെസ്സേജസ് വന്നു. ഐ ആം സോ ഹാപ്പി. താങ്ക് യു ഓൾ ഫോർ ദാറ്റ്. കീപ് ദിസ് സപ്പോർട്ട്. ഞാനും നിങ്ങളെ ഇതുപോലെ ഒരു സപ്പോർട്ടിംഗ് ഫാക്ടറായിട്ട് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. ഓക്കെ, സോ വിത്ത് ദിസ് നോട്ട് വി ആർ കൺക്ലൂഡിങ് റൈറ്റ് നൗ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.